الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. عليكم السلام ورحمة الله وبركاته. പ്രിയപ്പെട്ട പഠിതാക്കളെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവശക്തനായ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വിശുദ്ധ റംസാനും പെരുന്നാളും ഒക്കെ നമ്മളിലൂടെ കടന്നുപോയി. ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ തിരിച്ചറിവുകളും വലിയൊരു ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണവും നേടിയെടുത്ത ആത്മസംസ്കരണത്തിന്റെ, വിശ്വാസത്തിന്റെ ഒക്കെ എല്ലാ തലങ്ങളിലും അതിനെ നിലനിർത്തി കൊണ്ടുപോകാനും എല്ലാ വിധത്തിലും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മുന്നോട്ട് പോകാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ശരിക്കും എത്ര പെട്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ വളരെ ദ്രുതഗതിയിലാണ് ആ ഒരു മാസം കടന്നുപോയത്. നമ്മുടെ മനസ്സ് അതിന് പാകപ്പെടുകയും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്തപ്പോഴായിരിക്കണം. അല്ലെങ്കിൽ എല്ലാ ദിവസവും എല്ലാവർക്കും ഒരുപോലെ തന്നെ 24 മണിക്കൂറാണല്ലോ. പക്ഷെ നമ്മുടെ ഉറക്കം, നമ്മുടെ ക്ഷീണം എല്ലാം അങ്ങോട്ട് ഒന്നുമില്ലാത്ത പോലെ, കേരളത്തിലെ അതിശക്തമായ ചൂടും ഇതൊന്നും നമുക്ക് ഒന്നുമല്ലാതിരുന്നത് പോലെ നോമ്പ് അത്രമേൽ നമ്മൾ ഹൃദയത്തെ സ്വാധീനിക്കുകയും നമ്മൾ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. കൂടുതൽ കൂടുതൽ തിരിച്ചറിവുകളും വിശ്വാസത്തിന്റെ പാഠങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകാൻ വിശുദ്ധ ഖുർആൻ ചേർത്ത് പിടിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനത്തിലൂടെ തന്നെ മുന്നോട്ട് പോവുകയും അതിനനുസരിച്ച് വിശുദ്ധ ഖുർആനെ ആഴങ്ങളിലൂടെ പഠിക്കാൻ നമുക്ക് ശ്രമിക്കുകയൊക്കെ ചെയ്യാം. നമ്മള് സൂറ അറാഫിലെ 160 വരെയുള്ള ആയത്തുകളാണ് എടുത്തു വെച്ചത്. 158 എടുക്കേണ്ടത്. അല്ല, 160 കഴിഞ്ഞു. 161 തുടങ്ങിയിട്ടാണ് എടുക്കാനുള്ളത്. നമ്മള് മൂസാ നബിയുടെ ചരിത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യതൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قيل لهم اسكنوا هذه القرية وكلوا منها حيث شئتم وقولوا حطة وادخلوا الباب سجدا نغفر لكم خطيئاتكم سنزيد المحسنين فبدل الذين ظلموا منهم قولا غير الذي قيل لهم فأرسلنا عليهم رجزا من السماء بما كانوا يظلمون واسألهم عن القرية التي كانت حاضرة البحر إذ يعدون في السبت إذ تأتيهم حيتانهم يوم سبتهم شرعا ويوم لا يسبتون لا تأتيهم كذلك نبلوهم بما كانوا يفسقون وإذ قالت أمة منهم لم تعظون قوما الله مهلكهم أو معذبهم عذابا شديدا قالوا معذرة إلى ربكم ولعلهم يتقون. അള്ളാഹു പറയുന്നത് വഇദ് ഖീല ലഹും, അവരോട് പറയപ്പെട്ട സന്ദർഭം. ഉസ്കുനു, നിങ്ങൾ താമസിച്ചു കൊള്ളുക. ഹാദിഹിൽ ഖറിയ, ഈ നാട്ടിൽ എന്ന് വെച്ചാൽ ഈ രാജ്യത്ത് നിങ്ങൾ താമസിക്കുകയും വകുലു, നിങ്ങൾ
കഴിച്ചുകൊള്ളുക, ആഹരിച്ചുകൊള്ളുക, മിൻഹ അതിൽ നിന്നും, ഹൈസു ഷിഅ്തും നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തു നിന്ന്, വഖൂലു നിങ്ങൾ പറയുകയും ചെയ്യണം, ഹിത്വത്തുൻ പാപമോചനം അല്ലെങ്കിൽ പാപക്ഷമ എന്ന് നിങ്ങൾ പാപമോചനത്തിന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. വദ്ഖുലുൽ ബാബ ആ വാതിലിലൂടെ നിങ്ങൾ പ്രവേശിക്കേണ്ടത് സുജ്ജതൻ സുജൂദ് ചെയ്തുകൊണ്ട്, സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്. നഗ്ഫിർ ലക്കും നിങ്ങൾക്ക് നാം പുറത്തു തരുന്നതാണ്, ഖതീഅത്തിക്കും നിങ്ങളുടെ തെറ്റുകൾ. മാത്രമല്ല ശേഷം, നസീദുൽ മുഹ്സിനീൻ സൽക്കർമ്മകാരികൾക്ക് നാം കൂടുതലായിട്ട് നൽകുകയും ചെയ്യും എന്ന് അവരോട് പറയപ്പെട്ട സന്ദർഭം എന്നാണ്. അപ്പോ ചെങ്കടൽ കടന്ന് മൂസ അലൈഹിസ്സലാമയും അനുയായികൾ ബനു ഇസ്രായേലുകളും അവിടെ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹു രക്ഷപ്പെടുത്തി കൊണ്ടുവന്നപ്പോൾ അവരുടെ വാഗ്ദത്ത ഭൂമിയെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഈ രാജ്യത്ത് നിങ്ങൾ താമസിച്ചു കൊള്ളുക. സീന താഴ്വരയിലേക്കാണ് അവരെത്തിയത് എന്ന് നമുക്കറിയാം. ഏറ്റവും നല്ലൊരു ഭൂമിയിൽ നിന്ന് വെള്ളവും വെളിച്ചവും സൗകര്യങ്ങളും തണുപ്പും എല്ലാവിധ അനുഗ്രഹങ്ങളുമുള്ള ഒരു ഭൂമിയിൽ നിന്നാണ് അവര് ഓടി രക്ഷപ്പെട്ടു വന്നത്. അവരെത്തിയത് മരുഭൂമിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ വാഗ്ദത്ത ഭൂമിയായ മദിയൻ ദേശത്തേക്ക് അല്ലെങ്കിൽ കാനാൻ ദേശത്തേക്ക് അവർക്ക് അതേപോലെ തന്നെ നല്ല നിലയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരിടമാണ്. പക്ഷെ നിങ്ങൾ അങ്ങോട്ടേക്ക് പ്രവേശിക്കേണ്ടത് സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് പാപക്ഷമ അല്ലെങ്കിൽ പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ടായിരിക്കണം എന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശമായിരുന്നു. ഒന്നുകൂടെ ആയത്ത് നോക്കാം. വഇദ് ഖീല ലഹും അവരോട് പറയപ്പെട്ട സന്ദർഭം. ഉസ്കുനു സെക്കന എന്ന് പറഞ്ഞാൽ താമസിച്ചു എന്നാണ്. മസ്കൻ എന്നാണല്ലോ നമ്മൾ താമസിക്കുന്ന ഇടത്തിന് പറയേണ്ടത്. അതില് ശാന്തി, സമാധാനം, സ്വസ്ഥത, തൃപ്തി ഇതൊക്കെ അതിൽ വരുന്നതാണ്. അപ്പൊ അത്രയും ഒരു ശാന്തമായി സ്വസ്ഥമായി എല്ലാവിധ അനുഗ്രഹങ്ങളോടും കൂടി നിങ്ങൾ താമസിച്ചു കൊള്ളൂ എന്ന ഒരു ധ്വനി കൂടി അതിനകത്തുണ്ട്. അങ്ങനെ നിങ്ങൾ ഈ ഹാദിഹിൽ ഖറിയ ഈ രാജ്യത്ത് നിങ്ങൾ താമസിച്ചു കൊള്ളൂ എന്ന് അവരോട് പറയപ്പെട്ട സന്ദർഭം. അതോടൊപ്പം എന്തുകൂടെ പറഞ്ഞു? വകുലു നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക, ആഹരിച്ചു കൊള്ളുക, മിൻഹ ആ രാജ്യത്ത് നിന്ന്, ഹൈസു ഷിഅ്തും നിങ്ങൾ എവിടെ നിന്നാണോ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്നൊക്കെ നിങ്ങൾ കഴിച്ചോ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഒരു കാരുണ്യത്തെ നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും നല്ല ഒരു ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് അനുവാദം നൽകുകയും ആ രാജ്യത്ത് ഇഷ്ടമുള്ളിടത്തു നിന്ന് ആഹരിക്കാൻ പാകത്തിൽ അള്ളാഹു വെച്ചതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇഷ്ടമുള്ളിടത്തു നിന്ന് ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സ്ഥലം ഒന്നുമില്ലാത്തതും വേറൊരു സ്ഥലം അങ്ങനെയല്ല. എല്ലാ സ്ഥലത്തും അവർക്ക് ആഹരിക്കാനും അവർക്ക് ജീവിക്കാനും പാകത്തിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടാണ് അള്ളാഹു സ്വസ്ഥമായും ശാന്തമായും നിങ്ങൾ ഈ രാജ്യത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തു നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ സ്വസ്ഥമായി ഇവിടെ ജീവിച്ചോളൂ എന്ന് പറയണത്. പക്ഷെ എന്ത് വേണം? നിങ്ങൾ അങ്ങോട്ട് കടക്കുമ്പോൾ നിങ്ങൾ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ കൂലു നിങ്ങൾ പറയണ ഹെത്വത്തുൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടായിരിക്കണം നിങ്ങൾ അങ്ങോട്ട് കടക്കേണ്ടത്. വദ്ഖുലുൽ ബാബ സുജ്ജത ആ കവാടം കടക്കുമ്പോൾ നിങ്ങൾ സുജൂദ് ചെയ്തിട്ട്. പ്രണാമം എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെ സുജൂദ് ചെയ്ത് കടക്കും എന്നിപ്പോ നമ്മുടെ സുജൂദ് വെച്ച് നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണല്ലോ. അപ്പൊ ആ നിലക്ക് തല കുനിച്ചുകൊണ്ട് എന്നതാണ് അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. തല കുനിക്കുക എന്നത് ഒരു വിനയത്തിന്റെയാണ്, ഒരു ആദരവിന്റെയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ നെറ്റി ഭൂമിയോളം അങ്ങോട്ട് താഴ്ന്നിട്ടാണ്. പിന്നീട് നമുക്ക് അങ്ങോട്ട് താഴാൻ പറ്റണില്ല. നമ്മൾ റുക്കുവിലേക്ക് പോകുമ്പോഴും തല താഴ്ത്തുന്നുണ്ട്. സുജൂദിലേക്ക് പൂർണ്ണമായും നമ്മൾ ശരിക്കും സാഷ്ടാംഗ പ്രണാമം തന്നെയാണ്. അതൊരു വിനയത്തിന്റെയാണ്, ഞാൻ ഒന്നുമല്ല എന്ന തിരിച്ചറിവിന്റെയാണ്. അത് ഒരുപാട് ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതാണ്. നീയാണ് ഏറ്റവും വലിയവൻ എന്ന പ്രഖ്യാപനമാണ്. അപ്പൊ ആ വിധത്തില് ഇത്രമേൽ ത്യാഗപൂർണമായ കഠിനമായ ഒട്ടനേക പരീക്ഷണങ്ങളിലൂടെ വന്ന അവർക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു സമാധാനത്തിന്റെ സ്വസ്ഥതയുടെ ഒരു രാജ്യത്തേക്ക് കടക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയും പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ വിനയപ്പെടുകയും ഒക്കെ വേണമെന്ന് അവരോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനും ഉണ്ടൊരു ഗുണം. നഗ്ഫിർ ലക്കും നിങ്ങൾക്ക് നാം പുറത്തു തരുന്നതാണ്, ഖതീഅത്തിക്കും നിങ്ങളുടെ തെറ്റുകളൊക്കെ. എന്തുമാത്രം വലിയ അനുഗ്രഹമാണ് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത്രമേൽ സൗകര്യം
ഇത്രമേൽ അനുഗ്രഹം, പാപങ്ങളൊക്കെ പുറത്തു തരാനുള്ള അവസരം, ഇതൊക്കെ പടച്ച തമ്പുരാൻ നൽകിയിട്ടും മാത്രമല്ല സനസീദുൽ മുഹ്സിനീൻ, നല്ല മനുഷ്യരിൽ നല്ലവരും ഉണ്ട്, ചീത്ത ആളുകളും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും കൂടി ഒരുമിച്ചാണ് ഇത്തരത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും. നമുക്കറിയാലോ, മഴ വർഷിക്കുന്നത് എല്ലാവർക്കുമാണ്. ജീവിതത്തിന്റെ ഒരു നാടിന്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുമ്പോൾ അത് എല്ലാവർക്കും കൂടിയാണ്. ഒരു വിഭാഗത്തിന് മാത്രം അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അവർക്ക് പിന്നെ അവർ വിശ്വാസികളല്ലാത്തത് കൊണ്ട്, അവർ നിരീശ്വരവാദികളായതുകൊണ്ട് ഒന്നും അള്ളാഹു അവർക്കൊന്നും മാറ്റി വെക്കണില്ല. എല്ലാവർക്കും മൊത്തത്തിൽ അള്ളാഹു എന്താണ് അർ-റഹ്മാൻ ആണ് എന്നത് കൊണ്ട് തന്നെ, പരമദയാലു ആണ് എന്നത് കൊണ്ട് തന്നെ അള്ളാഹു നൽകും. പക്ഷേ ഇവിടെ മറ്റൊരു ഓഫർ അള്ളാഹു നൽകുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നന്നായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, മുഹ്സിൻ ആയിട്ടുള്ള ആളുകൾക്ക്, മുഹ്സിനീങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഞാൻ കൂടുതൽ തരുന്നതാണ്. അതെവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ചില ഈ വാക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പറയാനുണ്ട്, പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നമ്മളല്ലെങ്കിൽ തന്നെ ഇത്തിരി നെറ്റ് കിട്ടാതെ ഇത്തിരി വൈകി, അതുകൂടാതെ എനിക്ക് ഇന്ന് ഇത്തിരി ധൃതിയുള്ള ദിവസമാണ്. അപ്പോ കുറെ പ്രോഗ്രാമുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തിരി തിരക്കിലായതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ നല്ല മനുഷ്യർക്ക് അള്ളാഹു ഇരട്ടി ഇരട്ടി കൊടുക്കും. നല്ല മനുഷ്യർക്ക് ചില കാര്യങ്ങൾ, ഇപ്പൊ സക്കരിയ അലൈഹിസ്സലാമയെ കുറിച്ച് പഠിക്കുന്നിടത്ത് അദ്ദേഹത്തിന് അത്ര പ്രായമായിട്ടും, അങ്ങനെ ആ പ്രായത്തെ കുറിച്ച് തന്നെ പറയണുണ്ടല്ലോ. എന്ന് വെച്ചാല് എന്റെ മുടി നരച്ചിരിക്കുന്നു, എന്റെ ശരീരം ഇങ്ങനെ വാർദ്ധക്യത്തിന്റെ എല്ലാ തെളിവുകളും അങ്ങനെ ശരിക്കും ഇങ്ങനെ ദുർബലമായതും ഒക്കെ. അല്ലെങ്കിൽ സാറബിയെ പറയുന്നത് സക്കരിയ നബിയുടെ ഭാര്യ വന്ധ്യയാണ് എന്നത് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ, അവിടെ എന്തുകൊണ്ട് അള്ളാഹു സക്കരിയ നബിക്ക് കുഞ്ഞിനെ കൊടുത്തു എന്ന് പറയുന്നിടത്ത് അദ്ദേഹം മുഹ്സിനായിരുന്നു എന്നൊരു പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ മുഹ്സിനീങ്ങളിൽപ്പെട്ട ഒരാളായിരുന്നു എന്ന് പറയുമ്പോൾ, നല്ല മനുഷ്യർക്ക് അള്ളാഹു ഇരട്ടിയായി തരും എന്ന് പറയുന്നത് ശരിയാണ്. ഒരുപക്ഷെ നമ്മളിങ്ങനെ നോക്കുമ്പോ പ്രത്യക്ഷത്തിൽ ഭയങ്കര 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 സൗകര്യങ്ങളായിരിക്കൂല അത്. പക്ഷെ അള്ളാഹുവിന്റെ ഒരു ബറക്കത്ത്, അള്ളാഹുവിന്റെ ഒരു കാരുണ്യം, അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ, അവരുടെ ജീവിതത്തിലെ സ്വസ്ഥത, ശാന്തി, സമാധാനം, അവരുടെ ജീവിതത്തിന്റെ അങ്ങേയറ്റത്തൊരു സന്തോഷം, അതൊക്കെ അതിൽ പ്രതിഫലിക്കണുണ്ടല്ലോ. അപ്പൊ അതിന് നമ്മൾ നല്ല മനുഷ്യരാവുക എന്നുള്ളത്, മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വരുന്നുണ്ട് എല്ലാതും. പക്ഷെ മനുഷ്യൻ മൃഗം പോലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ ഒക്കെ ധിക്കരിക്കുമ്പോൾ അതിൻ്റെതായ ദുരന്തങ്ങൾ, അല്ലെങ്കിൽ അവൻ തന്നെ ചെയ്തു കൂട്ടുന്ന ഒരുപാട് അതിക്രമങ്ങളുടെ പരിണതി അവൻ തന്നെ അനുഭവിക്കേണ്ടി വരുന്നു എന്നതല്ലാതെ അള്ളാഹു അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ്. ആ കാരുണ്യവും ദയയുമാണ് ഇത്രമേൽ ഇതൊക്കെ ചെയ്തിരുന്ന ആളുകളായിട്ട് പോലും അള്ളാഹു അവരോട് കരുണ കാണിച്ചുകൊണ്ട് ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നിങ്ങൾ ആ രാജ്യത്തേക്ക് കടന്നോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തുനിന്ന് നിങ്ങൾ ഭക്ഷിച്ചോളൂ, നിങ്ങൾ കടക്കുമ്പോൾ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ വിനയപ്പെട്ട് സുജൂദ് ചെയ്തിട്ടായിരിക്കണം പ്രവേശിക്കേണ്ടത്, എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ ഞാൻ പുറത്തു തരും, നിങ്ങൾക്ക് ഞാൻ കൂടുതൽ കൂടുതൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള മുസ്ലിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ചു തരും. എത്ര കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നോക്കാം. എന്നിട്ട് എന്താ ചെയ്തത്? ഫബദ്ദലല്ലദീന ളലമൂ മിൻഹും, ഫബദ്ദല പകരമാക്കി, അല്ലദീന ളലമൂ മിൻഹും അവരിൽ നിന്നുമുള്ള അതിക്രമകാരികൾ. അപ്പൊ എല്ലാവരും ഉണ്ടായിരിക്കില്ല, കുറെ പേരുണ്ടായിരിക്കും. അതാണ് അവരിൽ നിന്നുള്ള അതിക്രമകാരികൾ പകരമാക്കി ഖൗലൻ ഒരു വാക്ക്, ഗൈറല്ലദീ ഖീല ലഹും അവരോട് പറയപ്പെടാത്ത ഒരു വാക്ക്. ഹിത്വത്തുൻ എന്നാണ് അവരോട് പറഞ്ഞത് എങ്കിൽ ഹിൻത്വത്തുൻ എന്നാണ് അവർ പറഞ്ഞത് എന്ന് ചരിത്രം പറയുന്നു. ഹിത്വത്തുൻ എന്ന് പറഞ്ഞാൽ പാപമോചനം എന്നാണെങ്കിൽ ഹിൻത്വത്തുൻ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് എന്നാണ്. അപ്പോ അവർക്ക് പരലോകത്തേക്കാൾ വലുത് ഇഹലോകത്തെ സൗഭാഗ്യങ്ങളാണ്, ഇഹലോകത്തെ സുഭിക്ഷതയാണ്, ഇഹലോകത്തിന് വേണ്ടിയാണ് അവർ ചോദിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. മാത്രമല്ല അവര് തല കുനിച്ച് വിനയപ്പെട്ട് അങ്ങോട്ട് കടക്കാൻ അള്ളാഹു നിർദ്ദേശിച്ചുവെങ്കിൽ അവരിങ്ങനെ ഞരങ്ങി നീങ്ങാണ് ചെയ്തത് എന്ന്. അപ്പൊ അത് എന്തുമാത്രം വലിയ ധിക്കാരമാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരനുസരണ ഇല്ല എന്നതല്ല, ധിക്കരിക്കാതിരിക്കുക എന്നതെങ്കിലും മനുഷ്യൻ എന്ന നിലക്ക്, അള്ളാഹുവിന്റെ അടിമ എന്ന നിലക്ക്, അവന്റെ വായുവും വെള്ളവും വെളിച്ചവും കൊണ്ട് മാത്രം ജീവിക്കുന്ന
അവന്റെ ഒരു സൃഷ്ടി എന്ന നിലക്ക് മനുഷ്യൻ കാണിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. കൽപ്പന അനുസരിച്ചില്ല എന്നത് മാത്രമല്ല, ധിക്കാരപൂർവമാണ് അവർ പെരുമാറിയത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാണ്. ഫഅർസൽന, അപ്പോൾ നാം അയച്ചു, അലൈഹിം അവരുടെ മീതെ, റിജ്സം മിനസ്സമാ, ആകാശത്തു നിന്നും ശിക്ഷ, ബിമാ കാനൂ യസ്ലിമൂൻ, അവരതിക്രമം കാണിച്ചത് കൊണ്ട് നാം അവരുടെ നേരെ ശിക്ഷ അയച്ചു എന്നാണ് അള്ളാഹു പറയുന്നത്. നമുക്കറിയാലോ, പിന്നീട് അള്ളാഹു അവർക്ക് ആ ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിലായി തീർന്നു എന്നതും 40 വർഷത്തോളം തീഹ് മരുഭൂമിയിൽ അലയേണ്ടി വന്നു എന്നതും, മൂസാ നബിയുടെ കാലത്ത് അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചില്ല എന്നതും, പിന്നീട് വന്ന പ്രവാചകന്റെ യൂഷൗ ബിൻ നൂന്റെ കാലത്തോ മറ്റോ ആണ് അവർ ആ ഭൂമിയിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചത് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ അള്ളാഹുവിന്റെ കൽപ്പനകളെ എന്തിനാ ഈ ചരിത്രമൊക്കെ നമ്മളോട് പറയണത്? എന്തിനാണ് ഹിൻതൊത്തുൻ, എന്തിനാണ് ഈ ചരിത്രം നമ്മളോട് അള്ളാഹു പറയുന്നത് എന്ന് ചോദിച്ചാല്, ഈ ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം എന്നതാണ്. നമ്മൾ പാഠം ഉൾക്കൊള്ളുക, നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ തെറ്റിക്കാതിരിക്കുക. എന്നിട്ട് നമ്മൾ നമ്മളോട് ചോദിച്ചു നോക്കുക, വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഖത്തം തീർത്തുകൊണ്ടിരിക്കുമ്പോൾ, ഇതൊക്കെ വെറുതെ അങ്ങോട്ട് ഓതിപ്പോകാനുള്ളതല്ല എന്നൊരു ബോധം നമുക്കുണ്ടാകണം. നമുക്ക് നമ്മെ നന്നായി നമ്മൾ സംസ്കരിച്ചെടുക്കാനും, നമുക്ക് നമ്മെ വിലയിരുത്താനും, നമ്മളുടെ അടുത്ത് അത്തരത്തിലുള്ള അപജയങ്ങൾ വന്നു പോകുന്നുണ്ടോ എന്നതൊക്കെ നോക്കാനും, നമ്മൾ മുഹ്സിനീങ്ങളിൽ പെട്ടവരാണോ എന്ന് വിലയിരുത്താനും ഒക്കെ ഇതൊക്കെ നല്ലതാണ്. നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ എല്ലാ തലങ്ങളിലും പാലിക്കണുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുക. എവിടേക്കെയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളിങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴും, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പ്രഖ്യാപിക്കുമ്പോഴും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളിൽ നിന്ന് നമ്മൾ ഒരുപാട് തെറ്റണില്ലേ? അതൊരു പക്ഷേ കുട്ടി ജനിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കല്യാണത്തിനാണ്, അല്ലെങ്കിൽ നാട്ടാചാരങ്ങൾക്ക് പിറകെ പോകുമ്പോഴാണ്. എവിടെയൊക്കെയോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിലും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്നതിലും വീഴ്ചയും അബദ്ധങ്ങളുമൊക്കെ. വാക്കുകൾ ശരിയാണ്, പക്ഷെ പ്രവർത്തനങ്ങളിൽ അതില്ലാതെ പോകുന്നു എന്നത് ഒരു വസ്തുതയാണ്. അത്തരത്തിൽ പ്രവർത്തനങ്ങളിൽ ഇല്ലാതെ പോയൊരു സമൂഹത്തിന്റെ ചരിത്രമാണ് ഏറ്റവും കൂടുതലായിട്ട് ബനു ഇസ്രായേലുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞ ഫബദ്ദലൽ ലദീന ളലമു മിൻഹും, അവരിൽ നിന്നുള്ള അതിക്രമകാരികൾ പകരമാക്കി, ഖൗലൻ ഒരു വാക്ക്, ഗൈറല്ലദീ ഖൈല ലഹും, അവരോട് പറയാത്ത വാക്കാണ് അവർ പകരം കൊണ്ടുവന്നത്. ഫഅർസൽന, അപ്പോൾ നാം അയച്ചു, അലൈഹിം അവരുടെ മേൽ, റിജ്സം മിനസ്സമാ, ആകാശ ലോകത്ത് നിന്നും അള്ളാഹു ശിക്ഷ അയച്ചു, ബിമാ കാനൂ യസ്ലിമൂൻ, അവർ അതിക്രമം കാണിച്ചിരുന്നത് കൊണ്ട്. ഞാൻ അള്ളാഹു പറയുന്നത് നോക്കൂ, വസ്അലുഹും, അവരോട് നീ ചോദിച്ചു നോക്കുക, വസ്അലുഹും എനിൽ ഖറിയത്തില്ലത്തി കാനത് ഹാദിറത്തൽ ബഹർ, എന്ന് വെച്ചാൽ കടൽ തീരത്ത്, ഹാദിറത്തൽ ബഹർ എന്ന് പറഞ്ഞാൽ കടൽ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ആ പട്ടണത്തെ പറ്റി നീ അവരോട് ചോദിച്ചു നോക്കുക. വസ്അൽഹും, നീ അവരോട് ചോദിക്കുക, എനിൽ ഖറിയ, ആ പട്ടണത്തെ കുറിച്ച്, അല്ലത്തി, അതായിരുന്നു, കാനത് ഹാദിറത്തൽ ബഹർ, സമുദ്രത്തിന്റെ തീരത്ത് ഉണ്ടായിരുന്ന ആ പട്ടണത്തെ കുറിച്ച് നീ അവരോട് ചോദിക്കുക. ഇദ് യഅദൂന, അവർ അതിക്രമം കാണിച്ച സന്ദർഭം, ഫിസ്സബത്ത്, ശബ്ബത്ത് നാളിൽ. സബത്ത് എന്ന് പറയുമ്പോൾ ശനിയാഴ്ച ദിവസം കേട്ടോ. ശനിയാഴ്ച ദിവസം അവർക്ക് മീൻ പിടിക്കാൻ പാടില്ല എന്ന നിയമം ഉണ്ടായിരുന്നു. പക്ഷെ ആ മീൻ പിടിക്കാൻ പാടില്ല എന്ന നിയമം അള്ളാഹു നിശ്ചയിച്ച ദിവസത്തിൽ തന്നെ തീഹിം, അവരുടെ അടുക്കൽ വന്ന സന്ദർഭം, ഹീതാനുഹും, അവരുടെ മത്സ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സമുദ്രത്തിലെ മത്സ്യങ്ങൾ അവരുടെ അടുക്കൽ വന്നു എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ മത്സ്യങ്ങൾ. ഹൂത്ത് എന്ന് പറഞ്ഞാൽ മത്സ്യം എന്നാണ് നമുക്കറിയാം. ഹൂത്തിന്റെ ബഹുവചനമാണ് ഹീത്താൻ എന്ന് പറയുന്നത്. അപ്പോൾ അവര് അതിക്രമം കാണിച്ചിരുന്ന സന്ദർഭം എന്ന് പറയുമ്പോൾ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള ജോലികളൊന്നും അന്ന് ചെയ്യരുത് എന്നതാണ് അവർക്ക്. അതിനൊരു വിലക്കുണ്ടായിരുന്നു, ചെയ്യാൻ പാടില്ല എന്നവരോട് നിർദ്ദേശിച്ചിരുന്നു. അന്നാണെങ്കിൽ കടലിൽ ഇഷ്ടം പോലെ മത്സ്യങ്ങൾ. അതാണ് തീഹിം ഹീത്താനുഹും യൗമ സബ്തിഹിം, അവരുടെ ശബ്ബത്ത് നാളിൽ അവരുടെ അടുക്കൽ മത്സ്യങ്ങൾ വന്ന സന്ദർഭം. മത്സ്യങ്ങൾ ഇങ്ങനെ ഇഷ്ടം പോലെ കടലിൽ വന്നു, ചാകര എന്നൊക്കെ നമ്മൾ പറയൂലേ, അതുപോലെ വന്നു. പക്ഷെ അവരോട് അന്ന് പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഷുറഅൻ, അതിങ്ങനെ തല പൊക്കി പൊക്കി നിൽക്കുക എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളിങ്ങനെ വെറുതെ കുഞ്ഞുമീനൊന്നും മനസ്സിൽ വിചാരിക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് വലിയ മീനൊക്കെ മനസ്സിൽ വിചാരിക്കാലോ. അങ്ങനെ വലിയ മീനുകള് പിന്നെ എന്താണ് കടലിൽ ഇങ്ങനെ സമൃദ്ധമായിട്ട് മത്സ്യങ്ങൾ ഇങ്ങനെ തലപൊക്കി തലപൊക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് ആ ദിവസം പിടിക്കണ്ടെന്ന് പറഞ്ഞ ദിവസം തന്നെയാണ് ഇതിങ്ങനെ ഇത്രയും ഇങ്ങോട്ട് നിറഞ്ഞു കവിഞ്ഞു വന്നതെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു പരീക്ഷണമാണ് അള്ളാഹുവിന്റെ. ഇനി നിങ്ങൾ വിചാരിക്കേണ്ട അവർക്ക് മാത്രമാണ്, ഞാനും വിചാരിക്കേണ്ട കേട്ടോ, അവർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ എന്ന് വിചാരിക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളിലേക്ക് നോക്കുക, അത്തരത്തിലുള്ള എത്ര പരീക്ഷണങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഞാൻ ഇപ്പോ ആടുജീവിതം ഈ കേരളക്കരയിൽ മാത്രമല്ലല്ലോ, ഗൾഫ് രാജ്യങ്ങളിൽ അത് വിലക്കിയിട്ടുണ്ടെങ്കിലും ബാക്കി എല്ലായിടും ഇങ്ങനെ സമൃദ്ധമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അല്ലെങ്കിൽ തന്നെ പൊതുവെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആളുകൾക്ക് കാണാൻ ഇഷ്ടമുള്ള സിനിമകൾ റിലീസാകുന്ന ഒരു മാസമാണ് റമദാൻ എന്ന് തോന്നാറുണ്ട്. ഈ സീരിയലിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക്, അതേപോലെ സീരിയലുകളൊക്കെ പുതിയത് വരുമോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇങ്ങനെ ക്ലൈമാക്സിലാണല്ലോ അത് നിർത്തുക, വീണ്ടും നാളെയും കാണണം അടുത്ത ആഴ്ചയും കാണണം അതിനു വേണ്ടിയിട്ട്. ഇതൊക്കെ സത്യത്തിൽ ചെറിയ ചെറിയ ഒരു പരീക്ഷണമാണ്. ഇതിന്റെ വലിയ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഈ റംസാനിൽ തന്നെ എത്രയോ പേര് റംസാനിന്റെ പവിത്രതയും റംസാനിന്റെ മാന്യതയും കളഞ്ഞു കുളിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ, അത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ നമ്മുടെ മുമ്പിൽ എത്തുകയാണ്. എന്നിട്ട് അത് എത്തിക്കിട്ടിയിട്ട് നമ്മൾ അള്ളാഹു നോക്കുകയാണ്. നമ്മൾ ആരുടെ കൽപ്പനയാണ് അനുസരിക്കുന്നത്, നമ്മൾ ആരുടെ ഇഷ്ടത്തിനനുസരിച്ചാ പ്രവർത്തിക്കുക. ഇബിലീസിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് നമ്മൾ ആ വഴിക്ക് അങ്ങോട്ടേക്ക് പോവോ? അതല്ല നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുമാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ അള്ളാഹു നമ്മുടെ ഈമാനിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ തെറ്റിക്കും, ഒരുപാട് ആളുകൾ ശ്രദ്ധയില്ലാതെ ബോധമില്ലാതെ അതിലൊക്കെ പെട്ടുപോവുകയും ചെയ്യും. അപ്പൊ അതേപോലെ അന്ന് ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്ന് അവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നതാണ്. അതേ ശനിയാഴ്ച നിങ്ങൾ ആലോചിച്ച ഖുർആനിലെ ആയത്താണല്ലോ ഇത്. ഹീതാനുഹും യൗമ സബ്തിഹിം ശുർഅൻ വയൗമ ലാ യസ്ബിതൂന ലാ തഅതീഹിം. ശനിയാഴ്ച വയൗമ ലാ യസ്ബിതൂന ലാ തഅതീഹിം, ശനിയാഴ്ച അല്ലാത്ത ദിവസം അവരുടെ അടുത്ത് ആ മീൻ അത്രയും വരണില്ല. ശനിയാഴ്ച ദിവസം ഇങ്ങനെ നിറഞ്ഞു വരികയാണ്, തല പൊക്കി പൊക്കി നിൽക്കുകയാണ്. അത്രയ്ക്ക് മത്സ്യത്തിന്റെ കൂട്ടം ആലോചിച്ചു. എന്നാൽ ശനിയാഴ്ച അല്ലാത്ത ദിവസം അത്രയും വരണില്ല. അതൊരു പരീക്ഷണമാണ്. അത്രയും വലിയ സംഗതികൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് അള്ളാഹ് നോക്കും ആരൊക്കെയാണ് എന്റെ കൽപ്പന അനുസരിക്കുക, ആരൊക്കെയാണ് അത് ധിക്കരിക്കുക എന്ന്. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. അനുഗ്രഹങ്ങളായിട്ട് പരീക്ഷണം വരും, പ്രയാസങ്ങളായിട്ട് പരീക്ഷണം വരും. നമ്മൾ അനുഗ്രഹങ്ങളെ ഒരിക്കലും പരീക്ഷണമായിട്ട് കാണാറില്ല. വിശുദ്ധ ഖുർആനിലെ ആയത്തിന് എന്താണ്? വഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രം. മനുഷ്യനെ അവനെ ഞാൻ പരീക്ഷിക്കുമ്പോൾ, അതാണ് വാക്ക്. വഅമ്മൽ ഇൻസാൻ ഇദാ മബ്തലാഹു, അവനെ നാം പരീക്ഷിച്ചാൽ, ഫഅക്രമഹു, പരീക്ഷണം എന്ന് പറഞ്ഞാൽ അവനെ ആദരിക്കുകയും മാന്യമാക്കുകയും ഒരുപാട് സൗകര്യങ്ങൾ കൊടുക്കുകയും, വനഅമഹു, അവന് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കുകയും ചെയ്താൽ, ഫയഖൂൽ, അപ്പോൾ അവൻ പറയും അക്രമനി, എന്നെ എന്റെ റബ്ബ് ആദരിച്ചിരിക്കുന്നു, എനിക്ക് എന്നെ മാന്യനാക്കിയിരിക്കുന്നു, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിരിക്കുന്നു എന്നത് വലിയൊരു കാര്യമായിട്ട് അവൻ പറയും. വഅമ്മ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു, അവിടെയും പറഞ്ഞിരിക്കുന്നു വഅമ്മ ഇദാ മബ്തലാഹു, അവനെ പരീക്ഷിച്ചാൽ, ഫഖദറ അലൈഹി റിസ്ഖഹു, അവന്റെ ഉപജീവനം അള്ളാഹു പരിമിതപ്പെടുത്തുകയും ചെയ്താൽ, ഫയഖൂലു, അപ്പോൾ അവൻ പറയും റബ്ബി, എന്റെ രക്ഷിതാവ് അഹാനനി, എന്നെ നിന്ദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന. അങ്ങനെയുണ്ടോ? അനുഗ്രഹം തന്ന അള്ളാഹു ആദരിക്കുകയും ഒന്നും തരാതെ അള്ളാഹു നിന്ദിക്കുകയും ചെയ്യുന്നതല്ല എന്നതാണല്ലോ പഠിപ്പിക്കുന്നത്. ഇത് രണ്ടും പരീക്ഷണമാണ്. അനുഗ്രഹങ്ങളിൽ നമ്മുടെ മനോഭാവം എന്താണോ അതുപോലെ പരീക്ഷണങ്ങളിലും നമ്മുടെ മനോഭാവം.
എന്റെ റബ്ബ് എന്നെ നിസ്സാരനാക്കി, എന്റെ റബ്ബ് എന്നെ നിന്ദിച്ചു, എന്നെ അപമാനിച്ചു എന്നല്ല പറയേണ്ടത്. എന്റെ റബ്ബ് എനിക്കൊരു ടെസ്റ്റ് ഡോസ് തന്നതാ. എന്റെ മനോഭാവം എന്താകും? ഞാൻ ക്ഷമിക്കോ അതോ ഞാൻ ക്ഷമക്കേട് കാണിക്കോ എന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ സുലൈമാൻ നബി അള്ളാഹുവിനോട് പറഞ്ഞതാണ് ലിയബ്ലുവനി റബ്ബി അഷ്കുറു അം അക്ഫുർ. എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോ ആ അനുഗ്രഹങ്ങളെ കുറിച്ച് സുലൈമാൻ നബിക്ക് ബോധമുണ്ടായി. നമ്മൾ സാധാരണ വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ പണിത വീടിലൊക്കെ അലങ്കരിച്ച് ഭംഗിയായിട്ട് വെക്കണ ഒരു വാക്കുണ്ട്, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇത് എന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് എന്ന്. അതിന് ബാക്കിയുള്ളത് നമ്മൾ ആരും അവിടെ എഴുതി വെക്കാറില്ല. അതെന്താ? ലിയബ്ലുവനി റബ്ബി, എന്റെ രക്ഷിതാവ് എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ആ അഷ്കുറു അം അക്ഫുർ, ഞാൻ ശുക്ർ ചെയ്യോ അതല്ല ഞാൻ നന്ദികേട് കാണിക്കോ എന്ന് എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നത് എന്നാണ്. സുലൈമാൻ നബി ഉറുമ്പിന്റെ സംസാരം കേട്ട സമയത്തും ഇത് പറയുന്നുണ്ട്. എന്റെ റബ്ബിന്റെ പരീക്ഷണത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ബോധമുണ്ട്. നമ്മളാണെങ്കിലോ അതൊക്കെ എന്റെ മിടുക്ക്, എന്റെ സാമർഥ്യം, എനിക്ക് വേണ്ടി തന്നത്, ഞാൻ എന്നോടുള്ള ഇഷ്ടം എന്നൊക്കെ ഒരു തോന്നലാണ്. ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് നൽകുകയും ഇഷ്ടമില്ലാത്തവരെ പരീക്ഷിക്കുകയും ചെയ്യുന്നതല്ല. വിശ്വാസികൾക്ക് രണ്ടും അല്ലാഹു തരും, അവരുടെ മനോഭാവങ്ങളെ തിരിച്ചറിയാൻ. അപ്പൊ നമുക്കറിയാലോ, ദുബായിലും ഷാർജയിലും ഒക്കെ അതിശക്തമായ വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ നമ്മൾ ഒരിക്കലും വിചാരിക്കണില്ല. ഒരിക്കലും അവിടെ അങ്ങനത്തെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കണില്ല. ഗൾഫിലെ ചൂട് പോലത്തെ ചൂടാണ് ഇപ്പോ ഇവിടെ. ഇവിടെ മഴ പെയ്ത് വെള്ളം ഉണ്ടാകേണ്ട സമയത്ത് അവിടെ വെള്ളപ്പൊക്കം. പടച്ച തമ്പുരാന്റെ പരീക്ഷണങ്ങൾ പല വിധത്തിലാണ്. കുറെയൊക്കെ മനുഷ്യ കരങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, നമ്മൾ അതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ലാത്തത് കൊണ്ട്. ഇതൊക്കെ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. അല്ലാഹു ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യകരങ്ങൾ പ്രവർത്തിക്കുന്നത് മൂലം കടലിലും കരയിലും ഈ ദുരന്തങ്ങൾ, കുഴപ്പങ്ങൾ വ്യാപകമായിരിക്കുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ട് പരീക്ഷണമാണ് അള്ളാഹുവിന്റെ. നമ്മുടെ മാനസിക നില, നമുക്ക് അള്ളാഹുവിനോടുള്ള മനോഭാവം ഒക്കെ എങ്ങനെയാകും എന്നത് അള്ളാഹു നോക്കുകയാണ്. അവിടെ നിന്നാണ് അള്ളാഹു ഒരുപാട് സൗഭാഗ്യങ്ങൾ മനുഷ്യർക്ക് നൽകിയത്. അപ്പൊ പഠിച്ചവൻ ചിലപ്പോ നമ്മളെ ഒന്ന് തട്ടി നോക്കും, ഒന്ന് കൊട്ടി നോക്കും, അവന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാൻ. ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു വീണ്ടും 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 ഒരുപാട് തരും, ഉറപ്പായിട്ട് തരും. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം എന്നാണ്. അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്ന് അവർക്ക് ഇങ്ങനെ സ്വലവാത്ത്, അനുഗ്രഹങ്ങൾ ഇങ്ങനെ പെയ്തു വരുന്നതാണ്, വർഷിക്കും. പക്ഷെ നമ്മൾ എന്ത് വേണം? നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ അതിനെ കൊടുക്കും. പടച്ച തമ്പുരാന്റെ ഒരു പരീക്ഷണമായിട്ട് മാത്രം അതിനെ കാണും. എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹു എനിക്ക് നൽകിയതാണ് എന്ന ബോധം ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും. എന്തൊക്കെ സംഭവിച്ചു പോയോ, വെള്ളം കയറുകയും വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും അതെ ഇവിടങ്ങളിലൊക്കെ ഉള്ള ഏറ്റവും പ്രധാനം ആകെ നാശമായിട്ടുണ്ടാവും. കടകളിൽ വെള്ളം കയറി, സ്ഥാപനങ്ങളിൽ വെള്ളം കയറി, ബിസിനസ് ഇടങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് നഷ്ടങ്ങളുണ്ട്. അത് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നതാ പടച്ച തമ്പുരാൻ. ആ അനുഗ്രഹങ്ങളിൽ നമ്മുടെ മനോഭാവം എന്തായിരുന്നോ അതുപോലെ തന്നെ ഈ പരീക്ഷണങ്ങളിലും നമ്മുടെ മനസ്സിനെ നമുക്ക് ഒട്ടും വിട്ടുപോകാതെ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണത്തോട് ചേർത്ത് നിർത്താനും അതിൽ ക്ഷമ കൈകൊള്ളാനും നമുക്ക് സാധ്യമായി എങ്കിൽ ഉറപ്പായിട്ടും അള്ളാഹു കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിയും. സുലൈമാൻ നബിക്ക് കൊടുത്തത് അനുഗ്രഹങ്ങൾ നൽകിയിട്ട് അള്ളാഹു പരീക്ഷിച്ചതാണെങ്കിൽ, അയ്യൂബ് നബിക്ക് അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു പരീക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ ക്ഷമ കൊണ്ട് അള്ളാഹു വീണ്ടും അതേ അനുഗ്രഹങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന പാഠങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്ക്, ബനു ഇസ്രായേലുകൾക്ക് ശരിക്കും അതൊരു പരീക്ഷണമാണ്. എത്ര കൃത്യമായിട്ട് അള്ളാഹു പറയുന്നത്, ശബ്ബത്ത് നാളിൽ ശനിയാഴ്ച ദിവസം അവരുടെ അടുക്കൽ മത്സ്യങ്ങൾ അവരുടെ മത്സ്യങ്ങൾ അവരുടെ അടുക്കൽ വരുന്നു. യോമസബത്തിഹും, അവരുടെ സബത്ത് ദിവസം ഷുർഅൻ, തല ഇങ്ങനെ പൊക്കിയിട്ട്, അന്ന് വെച്ചാൽ അത്രയും മത്സ്യങ്ങള്. അപ്പൊ യോമലാ യസ്ബിത്തൂനല്ലാത്ത എതീഹും, ശബ്ബത്ത് നാളിലല്ലാത്ത ദിവസങ്ങളിൽ അവർക്ക് മീൻ പിടിക്കാം, പക്ഷെ ആ ദിവസങ്ങളിൽ വരണില്ല. അതേ വിധത്തിൽ ഇത്രമേൽ കൂട്ടത്തോടുകൂടി ഒരു ചാകര അവരുടെ അടുക്കലേക്ക് എത്തണില്ല. കദാലിക, അപ്രകാരം നബ്ലൂഹും,
അവരെ നാം പരീക്ഷിക്കും. ബിമാ കാനു യഫ്സുഖൂൻ, അവര് ധിക്കരിച്ചിരുന്നതിന്റെ ഫലമായി. അപ്പൊ ഈ വാക്കൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങള്. അവർ ധിക്കരിച്ചിരുന്നതിന്റെ ഫലമായി. എവിടെയോ നമ്മുടെ അടുക്കൽ ഒരു പിടിവിട്ടു പോകുന്നുണ്ടോ? അങ്ങനെ ധിക്കരിക്കുന്നത് കൊണ്ടാണോ പടച്ചവൻ പരീക്ഷിക്കണത്? ഒരുപക്ഷെ ഞാൻ ധിക്കരിക്കുന്നില്ലായിരിക്കാം, നിങ്ങൾ ധിക്കരിക്കുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഭരണകൂടങ്ങളാകാം, അല്ലെങ്കിൽ നേതാക്കന്മാരാകാം, ആരെങ്കിലും ആകാം. അങ്ങനെ എവിടെയൊക്കെയോ നമുക്ക് ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ കൽപ്പനകളോട്, നിർദ്ദേശങ്ങളോട്, അള്ളാഹുവിന്റെ ആയത്തുകളോട് വൈമുഖ്യവും അനുസരണക്കേടും ഒക്കെ വരുമ്പോൾ ചിലപ്പം അത് അള്ളാഹുവിനോടുള്ള ധിക്കാരത്തിന്റെ ഫലമായിട്ട് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. അങ്ങനെ നമ്മൾ പറയുന്നതും അള്ളാഹു നമുക്കിത് മനസ്സിലാക്കി തരുന്നതും ഒരിക്കലും ഒരാൾക്കും ഒരു ദോഷം ഉണ്ടാകണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നേ ഇല്ല. അള്ളാഹു അങ്ങനെ ഒരാൾക്കും ഒരു ദോഷം വെക്കേ. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു? കദാലിക നബ്ലുഹും ബിമാ കാനൂ യഫ്സുഖൂൻ, അവർ ധിക്കരിച്ചിരുന്നതിന്റെ ഫലമായിട്ടാണ് ഞാൻ അവരെ അപ്രകാരം പരീക്ഷിക്കുന്നത് എന്നാണ്. അപ്പോ ഏതൊരു പരീക്ഷണത്തിനും പിറകിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു അധർമ്മം ഉണ്ടാകാം, നമ്മുടെ ഒരു ധിക്കാരം ഉണ്ടാകാം, നമ്മുടെ ഒരു തന്നിഷ്ടം ഉണ്ടാകാം. ഇത് നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികൾ ചെയ്യണമെന്നില്ല. അതൊരു ഭരണകൂടമാകാം, അല്ലെങ്കിൽ എവിടേക്കോ ഒരു അപജയം സംഭവിച്ചത് കൊണ്ടാകാം അതിന്റെ പിറകിലേക്ക് പോകും. പക്ഷെ സംഭവിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ സംഭവിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. ഒരായത്തും കൂടി എടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വഇദ് ഖാലത്ത് ഉമ്മത്തും മിൻഹും, അവരിൽ നിന്നുള്ള ഒരു വിഭാഗം, അല്ലെങ്കിൽ ഒരു സമൂഹം, ഉമ്മത്ത് പറഞ്ഞ സന്ദർഭം, ലിമ തഅദൂന ഖൗമൻ, ഒരു ജനതയെ നിങ്ങൾ എന്തിനാ ഉപദേശിക്കുന്നത് എന്നാണ്. അതെന്താണെന്നറിയോ? ഈ ശബ്ബത്ത് നാളിൽ അള്ളാഹുവിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ മീൻ പിടിക്കാൻ ഒരുങ്ങിയപ്പോൾ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്ന ആളുകളെ ഉപദേശിച്ചു, വേണ്ടാട്ടോ, ഇത് അള്ളാഹുവും അള്ളാഹുവിന്റെ ദൂതനും വിലക്കിയിരിക്കുന്നതാ, നിങ്ങൾ മീൻ പിടിക്കാൻ ഇറങ്ങാണ്ടാട്ടോ എന്ന് അവരോട് പറഞ്ഞു. അപ്പൊ അത്രമേൽ വിശ്വാസമില്ലാത്ത, ഇത് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് ചോദിച്ചത് ലിമത്തായി നിങ്ങൾ അത് ചെയ്യണ്ട എന്ന്. പക്ഷെ അത്ര തന്നെ വിശ്വാസം ഇല്ലാതിരുന്ന ചില ആളുകൾ, വഇദ് ഖാല ഉമ്മത്തും മിൻഹും, അവരിൽ നിന്നുള്ള ഒരു സമൂഹം ചോദിച്ചു, ലിമ തഅദൂന ഖൗമൻ, ഒരു ജനതയെ നിങ്ങൾ എന്തിനാ ഉപദേശിക്കുന്നത്? ഇത്രമേൽ വിശ്വാസം, ഉറച്ച ബോധ്യം ഉണ്ടായിരുന്ന ആളുകൾ നിങ്ങൾ പിടിക്കണ്ട എന്നൊക്കെ പറഞ്ഞപ്പോ ആദ്യം തന്നെ അത്ര വിശ്വാസം ഇല്ലാതിരുന്ന ആളുകൾ ചോദിക്കുക, നിങ്ങൾ എന്തിനാ അവരെയൊക്കെ ഉപദേശിക്കാൻ പോണ? പിടിക്കാണ്ടിരിക്കുക, അതിന്റെ ശിക്ഷ അവരനുഭവിച്ചോളൂല്ല. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ പറയാറില്ല ആളുകൾ, ചിലരൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ എന്തിനാ അതിലൊക്കെ ഇടപെടുന്നത് എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ. അതേപോലെ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ ചോദിച്ചു, ലിമ തഅദൂന ഖൗമ, എന്തിനാ ഒരു ജനതയെ നിങ്ങൾ ഉപദേശിക്കുന്നത്? അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ, അള്ളാഹു അവരെ ശിക്ഷിക്കുകയും അവരെ നശിപ്പിക്കുകയും, അവർക്ക് കഠിനമായ ശിക്ഷ അവരെ നശിപ്പിക്കുകയും അവർക്ക് കഠിനമായ ശിക്ഷ നൽകുകയും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്തിനാണ് അത്തരത്തിലുള്ള ആളുകളെ ഉപദേശിക്കുന്നത് എന്ന് ചോദിച്ചു. ഖാലു, അപ്പൊ ഈ ഉറച്ച വിശ്വാസമുള്ള ആളുകൾ പറഞ്ഞ മറുപടി നോക്കൂ, മഅ്സിറത്തൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്ങളിലേക്ക് ഒരു കാരണം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത് ചെയ്തത്. എന്നാലോചിച്ച് നോക്കുക, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ ഞങ്ങള് അപരാധത്തിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉദിർ എന്ന് പറഞ്ഞ കാരണമാണ്, കാരണം ബോധിപ്പിക്കലാണ്. അപ്പോ നിങ്ങളുടെ രക്ഷിതാവിങ്കൽ ഞങ്ങൾക്ക് ഒരു കാരണം ബോധിപ്പിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ അപരാധത്തിൽ നിന്ന് ഒരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി എന്ന നിലക്കാണ് ഞങ്ങളത് പറഞ്ഞിരിക്കുന്നത്. ലഅല്ലഹും യത്തഖൂൻ, അതോടൊപ്പം ഒരു പക്ഷെ അവര് സൂക്ഷ്മത പാലിക്കുകയും ചെയ്തേക്കാമല്ലോ എന്ന ഈ ഒരു ഇഹ്സാനുള്ള, നല്ല മനുഷ്യരുടെ, അല്ലെങ്കിൽ മുഹ്സിനായവരുടെ, മുഹ്സിനീങ്ങളായിട്ടുള്ള നല്ല വിശ്വാസികളുടെ മറുപടിയായിരുന്നു അതെന്നാണ്. ഈ ആയത്ത് പഠിക്കുമ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ കൂട്ടത്തിലും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ നിലപാടെന്താ? എന്തെങ്കിലും ആയിക്കോട്ടെ, അവരായി അവരുടെ പാടായി, നമ്മൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത് എന്ന് പറയും. ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി നമ്മൾ മിണ്ടാതിരിക്കും. നമ്മുടെ സൗഹൃദങ്ങൾക്ക്, നമ്മുടെ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടരുത് എന്ന് കരുതിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിക്കാതെ ലംഘിക്കുന്ന ആളുകളോട് നമ്മൾ ഒന്നും പറയാതെ പുറംതിരിഞ്ഞു നിൽക്കും. പക്ഷെ ഒരു
അക്രമികള് അക്രമം കാണിക്കുമ്പോ അവരുടെ കൈക്ക് പിടിക്കണം എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുമില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും പറ്റണില്ലെങ്കിൽ അവരെ തടയണം, അവരോട് നല്ല നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ടും അവർ തയ്യാറാകുന്നില്ലെങ്കിലാണ് നമ്മൾ അതിനോട് രാജിയാകുന്നത്. അങ്ങനെ രാജിയായി പോരുക എന്നത് റാലിക അദ്അഫുൽ ഈമാൻ എന്നാണ്. വിശ്വാസത്തിന്റെ ഏറ്റവും ദുർബലമായ ഒരു വശമായിട്ടാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. വെറുതെ ആലോചിച്ചു നോക്കുക, ഞാനും നിങ്ങളും പലപ്പോഴും ആ ദുർബലമായ വശത്തെയാണോ പിടിക്കാറുള്ളത്? ഏറ്റവും സമുന്നതമായ ഒരു മാർഗമാണ്, ഏറ്റവും ഉയർന്ന വിധാനത്തിലുള്ളതാണ് അക്രമിയുടെ കൈക്ക് പിടിക്കുക എന്നതും അവനെ സതുപദേശത്തിലൂടെ നേരായ പാതയിൽ ഇവർ പറഞ്ഞതുപോലെ അവരൊരു പക്ഷെ നന്നായെങ്കിലോ, അവരൊരു പക്ഷെ സൂക്ഷ്മത പാലിച്ചെങ്കിലോ എന്ന വിധത്തിൽ ആ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നത്. പക്ഷെ അതൊന്നും ചെയ്യാതെ മാറിപ്പോവുക എന്നത് വിശ്വാസത്തിന്റെ ഏറ്റവും ദുർബലമായ വശമാണെന്നാണ്. അപ്പോ അവരത് ചെയ്തത് എന്തിനാ? അള്ളാഹുവിന്റെ അടുക്കൽ തെറ്റിൽ നിന്ന് അവർക്ക് മുക്തി കിട്ടണം. അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ കാരണം ബോധിപ്പിക്കാനാകണം. നമ്മൾ പറഞ്ഞിരുന്നു, പഠിച്ചോനെ, ഞങ്ങൾ അവരെ ഉപദേശിച്ചിരുന്നു, അവർക്ക് ന്യായമായ കാരണമില്ലേ ഇപ്പോ, ഞങ്ങൾ അവരെ ഉപദേശിച്ചിരുന്നു, അവര് കേൾക്കാത്തത് കൊണ്ടാണ് എന്നവർക്ക് പറയാലോ. ഒന്നും പറയാത്ത ആളുകൾ എന്ത് പറയും അള്ളാഹുവിന്റെ മുമ്പിൽ? അതാണ് കാരണം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും, മഅ്ദിറത്തൻ ഇലാ റബ്ബിക്കും, കാരണം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും, തെറ്റിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ ഓരോ വിശ്വാസിയും ബാധ്യസ്ഥരാണ് എന്ന ഒരു വലിയ തിരിച്ചറിവ് കൂടി ഈ ആയത്ത് നമുക്ക് നൽകണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ ഏറ്റവും മനോഹരമായ വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്ന്. അതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മഹത്തരമായ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിന് കീഴിലുള്ള ഏറ്റവും നല്ല പണി എന്താണ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുക എന്നതാണ്. അതിന് ഇത്തരത്തിലുള്ള കാരണങ്ങളിലൂടെ നമ്മുടെ മുമ്പിലെ പടച്ച തമ്പുരാൻ ചില അവസരങ്ങൾ നൽകുമ്പോൾ ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താതെ മാറിപ്പോവുക എന്നത് പടച്ച തമ്പുരാന്റെ അടുക്കൽ രക്ഷ കിട്ടാനുള്ള ഒരു പണിയല്ല, ശിക്ഷ കിട്ടാനുള്ള ഒരു മാർഗമാണ്. നമുക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, നമുക്കും ചിലതല്ല ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്താണ് എന്നാലോചിച്ചു. അതുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതാണ് ഏറ്റവും മനോഹരമായ കാര്യം, ഏറ്റവും നല്ലത്. വഅമില സ്വാലിഹൻ, സൽപ്രവർത്തനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കണ്ടേ, എന്തൊക്കെ സൽപ്രവർത്തന ഞാൻ ചെയ്യണത്? ഓരോ ദിവസത്തെയും ഓരോ മിനിറ്റുകളും ഓരോ മണിക്കൂറുകളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുക്കാൻ നമുക്ക് സാധ്യമല്ല എങ്കിൽ ഓരോ സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ, എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ പറയാൻ ചില കാര്യങ്ങൾ ഉണ്ടാവണമല്ലോ. അലസമായി, അശ്രദ്ധമായി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ആരോടൊക്കെയോ കുറേ ഇരുന്ന് സംസാരിക്കുകയും അതിൽ അരുതായികളും അല്ലാത്തതും ഒക്കെ ഉണ്ടായിത്തീരുകയൊക്കെ ചെയ്യുന്നതാണോ? ഇങ്ങനെ അതിനു വേണ്ടി മാത്രമാണോ ഇത്രയും മഹത്തരമായ ഒരു ജീവിതം നൽകിയിരിക്കുന്നത് എന്നാലോചിച്ചു. അപ്പോ ഒരുപാട് ദൗത്യങ്ങൾ, ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ അള്ളാഹു ഇത്രമേൽ കഴിവും ഇത്രമേൽ സാമർഥ്യവും ഇത്രമേൽ ബുദ്ധിയും സൗകര്യവും ഒക്കെയുള്ള മനുഷ്യനെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് സൗകര്യമുള്ളത് മാത്രം ചെയ്യുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക എന്നതല്ല. കൂടുതൽ പഠിക്കുകയും കൂടുതൽ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. വഇദ് ഖാലത് ഉമ്മത്തും മിൻഹും, അവരിൽ നിന്നുള്ള ഒരു സമൂഹം പറഞ്ഞ സന്ദർഭം, ലിമ തഅദൂന ഖൗമ, എന്തിനാണ് ഒരു ജനതയെ നിങ്ങൾ ഉപദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ശനിയാഴ്ച ദിവസം മത്സ്യം പിടിച്ചുകൊണ്ടിരുന്ന ആളുകളോട് നിങ്ങളത് ചെയ്യരുത് എന്ന് ഉപദേശിച്ച സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളോട് അത്രമേൽ വിശ്വാസം ഉറച്ചിട്ട് അത്രമേൽ വലിയ വിശ്വാസികളല്ലാത്ത ആളുകൾ ചോദിക്കുന്നതാണ്. വിശ്വാസം ഉണ്ട് കേട്ടോ, പക്ഷെ അവരാണ് ഏറ്റവും മുകളിലെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ ചോദിക്കുന്നത് എന്തിനാണ് അവരോടൊക്കെ പറയാൻ പോകുന്നത്? അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഇല്ലേ അങ്ങനത്തെ ആൾക്കാര്? വേണ്ട കേട്ടോ, നമുക്കൊന്നും പറയണ്ടേ, വെറുതെ അവരുടെ ഇഷ്ടക്കേട് മേടിച്ചു വെക്കണ്ട എന്ന് തോന്നുന്ന ആളുകളില്ലേ? അവർക്കൊക്കെ ഇത് പാഠമാണ്.
അപ്പോ എന്തിനാണ് അവർ ഉപദേശിക്കുന്നത് എന്ന് ചോദിച്ചു. മാത്രല്ല അവര് വിലയിരുത്തിയത് നോക്കൂ, അള്ളാഹു മുഹ്ലിക്കുഹും, അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതാണ്. ഔ മുഅദ്ദിബുഹും അദാബൻ, അള്ളാഹു അവരെ നശിപ്പിക്കും. ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ, അല്ലെങ്കിൽ അള്ളാഹു അവരെ കഠിനമായി ശിക്ഷിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷക്ക് പാത്രമാകുന്ന, അള്ളാഹു നശിപ്പിക്കാൻ വിചാരിച്ചിരിക്കുന്ന ഒരു സമൂഹത്തെ നിങ്ങൾ എന്തിനു ഉപദേശിക്കണമെന്നാണ്. ഇതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിലുണ്ട് കേട്ടോ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്, അള്ളാഹു ആഹാരം കൊടുക്കാത്തവർക്ക് നമ്മൾ എന്തിനാ ആഹാരം കൊടുക്കുന്നത് എന്ന് ചോദിച്ചവരുണ്ട്. അങ്ങനെ അള്ളാഹു കൊടുക്കാതിരിക്കണമെങ്കിൽ നമുക്ക് കൂടി കിട്ടൂലല്ലോ. അള്ളാഹു ആർക്കാണ് അങ്ങനെ കൊടുക്കാതിരിക്കുന്നത്? അള്ളാഹു എല്ലാവർക്കും കൊടുക്കും. നമ്മളാണ് അങ്ങനെയൊക്കെ മാറ്റിവെക്കുന്നത്. അപ്പോ അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്തിനു കൊടുക്കുന്നു എന്ന് ചോദിച്ചവരുണ്ട്. അങ്ങനെയില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹു നശിപ്പിക്കുകയും അള്ളാഹു ശിക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങൾ എന്തിനു ഉപദേശിക്കുന്നു എന്താണ്? നമുക്ക് അറ്റെത്തുന്നവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറ്റം എത്തുന്നത് വരെ ഉപദേശിച്ചില്ലേ? തന്നെ ദ്രോഹിച്ചിരുന്ന പെൺകുട്ടിയെ കാണാതായപ്പോ അന്വേഷിച്ചില്ലേ? അവളുടെ ചെറ്റക്കുടിലേക്ക് കുനിഞ്ഞു കയറി ചെന്നില്ലേ? അവളുടെ അടുക്കൽ ഇരുന്നിട്ട് പറഞ്ഞില്ല, ആ ജൂത പെൺകുട്ടിയോട് പറഞ്ഞില്ലേ, നീ മുസ്ലിം ആകുന്നു, കലിമ ചൊല്ലിക്കൊടുത്തില്ലേ? ആ പെൺകുട്ടിയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, കൊണ്ടുവന്നു, കലിമ ചൊല്ലിക്കൊടുത്ത് അവളെ മുസ്ലിം ആക്കി. അവൾ മുസ്ലിമായിട്ട് മരിച്ച പിന്നെ അവൾ സ്വർഗത്തിലല്ലേ? ആലോചിക്കുക. അപ്പൊ അറ്റം വരെ നമുക്ക് ഈ സുഹൃതങ്ങൾ പറയാൻ നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട്. ആരെങ്ങനെ എന്നതല്ല, നമ്മൾ എന്ത് എന്നതാണ്. നമ്മളത് പറയുന്നുണ്ടോ പറയുന്നില്ലേ എന്നതാണ്. ആര് എങ്ങനെ എന്നതല്ല. അത്രയും മോശമായിട്ടുള്ള ആളുകളാണെങ്കിൽ, അള്ളാഹു ശിക്ഷിക്കാൻ തീരുമാനിച്ച ആളുകളാണെങ്കിലും അവരുടെ തൊണ്ടക്കുഴിയിൽ റൂഹെത്തിയിട്ട് അവരെ നന്നാകാന്ന് വിചാരിച്ചാലാണ് ശരിയാവാത്തത്. അതിനു മുമ്പ് അവരെ ഉപദേശിക്കാൻ നമുക്കൊരു അവസരം കിട്ടുകയും നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അള്ളാഹുവിന്റെ ഒരു കാരുണ്യം അവർക്കുണ്ടാകുമെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ പറഞ്ഞ ആളുകൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? കാലു, അവര് പറഞ്ഞു, മഅ്ദിറത്തൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ എല്ലാ അപരാധത്തിൽ നിന്നും ഞങ്ങൾക്ക് ഒഴിവാകാനുള്ള ഒരു കാരണമായിട്ടാണ് ഞങ്ങൾ അവരെ ഉപദേശിച്ചിരുന്നു എന്ന് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം വലഅല്ലഹും യത്തഖൂൻ, അതാണ് അതിന്റെ ഇത് കേട്ടോ. ആ ഒരു നല്ല മനസ്സുകൊണ്ടായിരിക്കണം നമ്മളത് പറയേണ്ടത് എന്നാണ്. അവര് സൂക്ഷ്മത പാലിച്ചെങ്കിലോ, അവര് നമ്മുടെ നാട്ടുകാരല്ലേ, നമ്മുടെ വേണ്ടപ്പെട്ടവരല്ലേ, നമ്മുടെ പ്രിയപ്പെട്ടവരല്ലേ, അവര് രക്ഷപ്പെട്ടെങ്കിൽ, അവര് സൂക്ഷ്മത പാലിച്ച് അവരും പടച്ചവന്റെ അടുക്കൽ രക്ഷപ്പെടേണ്ടത് നല്ലതല്ലേ എന്നതാണ് അവർ പറയുന്നത്. അപ്പോ ഇത്രയും ആയത്തുകളാണ്. വീണ്ടും വീണ്ടും വായിക്കുക, വീണ്ടും വീണ്ടും ആലോചിക്കുക, കൂടുതൽ കൂടുതൽ കാര്യങ്ങളെ മനസ്സിലാക്കുക. അങ്ങനെ കൂടുതൽ മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ വിനയപ്പെട്ട് അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും എല്ലാം അള്ളാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ജീവിതത്തിൽ പെട്ടെന്നുണ്ടായ ചില പരീക്ഷണങ്ങളിൽ അകപ്പെട്ടു പോയവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ, എന്റെ പഠിതാക്കളിൽ ഒരുപാട് പേർ, അത് ദുബായിലും ഷാർജയിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടായത് എങ്കിൽ പരമദയാലുവായ അള്ളാഹുവേ അവരുടെ പ്രയാസങ്ങൾക്ക് ആശ്വാസം നൽകുകയും അവരുടെ നഷ്ടങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ തന്നെ അതിന്റെ ഐശ്വര്യവും ധന്യതയും എല്ലാം നൽകുകയും അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ അവർക്ക് ആശ്വാസവും സമാധാനവും എല്ലാം നൽകുകയും ജീവിതത്തിൽ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ തൗഫീഖും ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളിലൂടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ പരീക്ഷണങ്ങളിൽ അകപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഫലസ്തീൻ ജനതക്കും ഒക്കെ കാരുണ്യവാനായ റബ്ബേ, നിന്റെ കൃപാ കടാക്ഷം, നിന്റെ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ വർഷിക്കണമേ. അവരുടെ ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകണേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകണേ. അതിശക്തമായ ചൂടും അതിൻ്റെതായ ഒരുപാട് പ്രയാസങ്ങളും കാരുണ്യവാനായ റബ്ബേ, നിന്റെ അനുഗ്രഹത്തിന്റെ മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ചു നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസത്തിന്റെ പെരുമഴയായിട്ട് നിന്റെ കാരുണ്യം വർഷിക്കണേ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസ് നൽകിയെന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ ഖുർആനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഞങ്ങൾക്ക് സാധ്യമാകണേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം
وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين برحمتك يا أرحم الراحمين. اللهم صل وسلم على عبدك ونبيك محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.